ഇന്നത്തെ ഒരു ദിവസം വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഞാൻ അമ്പുടിന് കഴിക്കാൻ കൊടുത്തുകൊണ്ടാണ് കേട്ടോ. കാര്യം എന്നും വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ അടുക്കളയിൽ നിൽക്കുന്നൊക്കെയല്ല, ഞാൻ വെച്ചു ഇന്ന് അമ്പുടിനെ കഴിക്കാൻ കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഞാൻ അമ്പുടിന് ദിവസം രാവിലെ മുട്ട കൊടുക്കാറുണ്ട്. അപ്പോൾ അവന് മുട്ടയുടെ ഉള്ളിലെ ഉണ്ണി കഴിക്കത്തില്ല. പുഴുങ്ങി കഴിക്കുമ്പോൾ വൈറ്റ് മാത്രമേ അവൻ കഴിക്കാറുള്ളൂ. അപ്പോൾ അവന് കുറച്ചും കൂടെ ഇഷ്ടം ബുൾസൈ കഴിക്കുന്നത്. ബുൾസൈയിൽ അവന് മഞ്ഞയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പക്ഷേ പുഴുങ്ങിയത് അത് ഇഷ്ടമല്ല. അപ്പോൾ രാവിലെ ഞാൻ ബുൾസൈ അടിച്ച് കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ അതുപോലെ ഇന്നും കൊടുത്തു. എന്നിട്ട് രാവിലത്തെ അടുക്കളത്തെ പരിപാടികൾ നോക്കുമായിരുന്നു. കാര്യം നമുക്ക് ജിമ്മിൽ പോകണമല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഈ പയറുണ്ടല്ലോ, നല്ല, അതായത് നമ്മൾ തോരൻ വെക്കുന്ന മെഴുക്കുവരട്ടി വെക്കുന്ന പയറില്ലേ, അത് നീളപ്പയർ, അതിൽ നല്ല ഡാർക്ക് പച്ചയായിട്ടുള്ളതല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെക്കുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ കുഞ്ഞുള്ളിയും അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ മുളകൊക്കെ കൂടെ ചതച്ചിട്ട്, ചുമന്ന മുളകൊക്കെ കൂടെ ചതച്ചിട്ട് വെക്കും. എനിക്ക് അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ വെക്കുമ്പോൾ നോർമലി തേങ്ങാക്കൊത്ത് ഇട്ടിട്ട് ഒന്ന് ഇതാക്കിയതിന് ശേഷം സവാളയും അങ്ങടെ കട്ട് ചെയ്തിട്ടിട്ട് അതിലിട്ട് മുളക് പൊടി ഇടുന്ന രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എനിക്കിന്ന് ഇതങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കൊതി കാരണം ഞാൻ പുറത്ത് പോയപ്പോൾ കണ്ടിട്ട് അപ്പോൾ മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് രാവിലത്തെ തന്നെ മെഴുക്കുവരട്ടിക്കുള്ളത് ഇങ്ങനെ വെക്കാം, എന്നിട്ടും ബാക്കി ചെയ്യാൻ എഴുതിയിട്ട് ഞാൻ ആദ്യം തന്നെ മെഴുക്കുവരട്ടിക്കുള്ള നമ്മുടെ സവാളയൊക്കെ അരിഞ്ഞൊന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പയർ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അരിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ ഉള്ളിയും കൊച്ചുള്ളിയൊക്കെ അത് നേരാക്കി എടുത്ത് എന്നിട്ട് ഞാൻ ഒന്ന് വറവിനിടാൻ പോകട്ടോ. അത് കാര്യം അതവിടെ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് അടുത്ത ജോലി ചെയ്യാമല്ലോ, അല്ലെങ്കിൽ പിന്നെ എല്ലാം നേരാക്കി വരുമ്പോഴത്തേനും ടൈം പോവും. അപ്പം ഞാൻ ആദ്യം ഈ ചതച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ജസ്റ്റ് അതിൻ്റെ ഷെയ്ഡൊന്ന് മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചുമന്ന മുളക് ഉണ്ടാവുമല്ലോ, അത് ചതച്ചത് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതും വഴറ്റി വരുമ്പോൾ നമ്മളിത് ഇടുന്ന പരിപാടി. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കിയിട്ടും എനിക്കെന്തോ അമ്മ ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് കിട്ടിയില്ല. വത്സലാമ്മ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ആ ഒരു ഉപ്പേരിയും ആ ഒരു ചോറും ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് ചോറുണ്ണാൻ. അപ്പം എനിക്ക് അമ്പടു വണ്ടി ഓടിക്കാം, നടാ, ഗോ ഓടി നടാ, പതുക്കെ 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 അമ്പടുന്നാ വണ്ടി. കേറിക്കോ, ഓടിക്കടാ. കണ്ണമ്മൂന് ഒരുപാട് വണ്ടികളുണ്ടെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്മൂത്തായിട്ട് ഈ വണ്ടി ഓടിക്കാൻ പറ്റാറുണ്ട്. കാര്യം അതിൻ്റെ കാല് വെക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടുന്ന് ആ ഒരു ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് അവിടുന്ന് കാലൊന്നും തെന്നിപ്പോകാറില്ല കേട്ടോ. അപ്പോൾ അത് കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു വണ്ടി ഓടിക്കും കേട്ടോ. എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിക്കും. കാര്യം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ അതിൻ്റെ വീലൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷനില്ല. അവൻ്റെ ഏത് സ്പീഡിൽ പോകുമ്പോഴും അവന് ആ ഒരു വീല് ഇത്രയും സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റുന്നതുകൊണ്ട് അവന് വീഴോ എന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ ഒരു മെറ്റീരിയൽ വന്നിട്ട് BPA ഫ്രീ ആണ് കേട്ടോ. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയിട്ടുള്ളൊരു മെറ്റീരിയൽ തന്നെയാണ്. അവൻ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്ന് തിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ. കാരണം എൻ്റെ വീൽ അത്രയ്ക്കും സ്മൂത്തായിട്ട് തിരിയുന്നത് കൊണ്ടാണ് കേട്ടോ അത് അടിപൊളിയായിട്ട് അവൻ വന്ന് നിൽക്കാൻ വേണ്ടി പറ്റണത്. ഒരു 360 വരെയൊക്കെ ഇതിൻ്റെ ആ ഒരു വീല് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ അത് ഓടിക്കുന്ന കാണുമ്പോൾ തോന്നും തന്നെ ചാർജറോ ബാറ്ററിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നാം. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഒരു ഗ്രാവിറ്റി ഫോഴ്സിൽ അങ്ങനെ അങ്ങ് പൊക്കോളും. അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജറോ പോയോ അല്ലെങ്കിൽ ബാറ്ററി ഇല്ലല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഗ്രിപ്പ്, അവൻ്റെ കാല് വെക്കുന്നിടത്ത് ആ ഒരു ഗ്രിപ്പ് വന്നിട്ട് അത് അടിപൊളിയാണ്. അവിടെ നിന്ന് തെന്നിപ്പോവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇത് മേടിക്കണം തോന്നുന്നതിൽ അധികം പ്രൈസ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസൊക്കെ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ലവ് ലാപ്പിൻ്റെ പ്രൊഡക്റ്റാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. സംഭവം നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അങ്ങനെ പക്ഷെ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തത്. എന്താണെന്നറിയില്ല, പക്ഷെ അതുപോലെ ആയില്ല കേട്ടോ. ഞാൻ നോക്കി മാക്സിമം അങ്ങനെ ആവുമെന്ന് കരുതി തന്നെയായിരുന്നു വാങ്ങിയത് ഉണ്ടാക്കിയതൊക്കെ. പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ടേസ്റ്റ് കിട്ടാതെ പോലെ എനിക്കൊന്നും ഒന്നും കൂടെ അങ്ങനെ കിടന്ന് ഇങ്ങനെ നീര് വലിഞ്ഞ് ആവണമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് അതിലേക്ക് ഒരു സവാളയും പിന്നെ നമ്മുടെ പയറും കൂടെ ഇതാക്കിയത് അതിലോട്ടിട്ടു. നന്നായിട്ടൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കി എന്നിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് രാവിലത്തെ പാത്രങ്ങൾ കഴുകാൻ, അതായത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് അതൊക്കെ കഴുകിയിട്ട് അടുക്കളൊന്ന് ഒതുക്കി വെക്കാമെന്ന് കരുതി. പക്ഷേ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ഇത്രയും പാത്രങ്ങൾ കഴുകി വരുമ്പോഴത്തേനും ഒഴിച്ചിറക്കിയുള്ളതും കൂടെ
ഒഴിച്ചെറിക്കുള്ളതും കൂടെ അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രം കഴുകുന്ന സമയമാകുമ്പോഴത്തേനും ചിലപ്പോൾ അത് കുറച്ചുകൂടെ അത് വേവുമല്ലോ. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇതിവിടെ വെക്കാമെന്ന് പറഞ്ഞ സത്യത്തിൽ ഞാൻ പാത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ പാത്രങ്ങൾ അവിടെ വെച്ചിട്ട് നേരെ എനിക്ക് തക്കാളി ഒഴിച്ചെറിയുണ്ടല്ലോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ തക്കാളി കട്ട് ചെയ്തിട്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കും കേട്ടോ. എനിക്കത് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഉണ്ടാക്കാറുണ്ട് ഞാൻ. അങ്ങനെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാനത് ചേർക്കാറില്ല. ജസ്റ്റ് തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൽ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അടുപ്പത്ത് വെക്കും. അത് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ ഞാനത് നന്നായിട്ടൊന്നിങ്ങനെ ഉടച്ച് അതിലേക്ക് ഞാൻ തേങ്ങയുടെ കൂടെ ജീരകം ഉണ്ടല്ലോ അതും ഇട്ടിട്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ച് ഇളക്കി പിന്നെ നമ്മുടെ കടുകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് വഴറ്റി അതിലോട്ട് ഒഴിക്കാം. ഇതാണ് എൻ്റെ ഒരു മറ്റേ തക്കാളി കറി. അപ്പോൾ അതും കൂടെ വെക്കാം. അപ്പോൾ ഞാൻ അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ബാക്കി പാത്രങ്ങളൊക്കെ കൂടെ കഴുകിയെടുക്കുകയാണെങ്കിൽ ഈസി ആണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നേരെ ഇനി അതുമ്മയ്ക്ക് തിരിയാണ്. അപ്പോൾ കാണുമ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അല്ല, ഞാനിത് അടുപ്പത്തേക്ക് അത് വെച്ചു. ഇനി അത് ആകുമ്പോഴത്തേനും ഞാൻ ബാക്കി പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയെ ഒന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കിയിട്ട് പാത്രങ്ങൾ എല്ലായിടത്തും ഒന്ന് ഒതുക്കി വെച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഫ്രീ ആയി. എനിക്ക് പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അതാ ഇത് ഇപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ തക്കാളി ഒഴിച്ചറിൽ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓഫ് ചെയ്തു. പിന്നെ നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ നിന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു അടുക്കളയൊക്കെ അടിച്ചു വാരി സെറ്റാക്കി. ഇനി നമ്മൾ പോവുകയാണ് കേട്ടോ. ജിമ്മിൽ പോകാൻ സമയമായി. അപ്പോൾ ഞാനത് ജിമ്മിൽ പോകാൻ പോവാണ്. ചൂടടുപ്പത്തിൽ ഒന്നുകൂടെ തളാന്ന്. അപ്പം എന്നോട് ഒന്ന് ഇതാക്കിയതായിരുന്നു. എന്തായിരുന്നു ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ ജിമ്മിൽ പോകാൻ റെഡി ആവട്ടെ. ഞാനപ്പോൾ ഗൈസ് ജിമ്മിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ജിമ്മ് വന്നിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇല്ല 2-3 ദിവസമായി. അതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഒരാഴ്ച വന്നു, ബാക്ക് പെയിനായിട്ട് പോകാൻ പറ്റാതെ വന്നു. അപ്പോൾ ഞാനിത് എൻ്റെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കുപ്പിയിൽ വെള്ളവും തീർന്നു, ടൈമും കഴിഞ്ഞു. ടൈം കഴിഞ്ഞ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനതേരം പോവാം. 12:30 വിഷ്ണുവേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വിഷ്ണുവേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചേക്കണോണ്ട് ഞാൻ ഒരു കയ്യിൽ തുറക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ആ ഒരു ശ്രമം നിങ്ങൾ കാണാതെ പോരുത് ഗൈസ്. കൈമടുന്ന ഗ്ലൗസ് ആണ് കേട്ടോ അത്. പിന്നെ അതുപോലെ കുപ്പി അതൊക്കെ ഞാൻ വിഷ്ണുവേട്ടൻ വരുമ്പോഴത്തേനും ബാഗിലാക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കാര്യം ഇന്നലെ തന്നെ ഞാൻ ഫോൺ മറന്നു വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് തന്നെ എല്ലാം ഞാൻ ബാഗിൽ നേരത്തെ ആക്കി. അപ്പോൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും വിഷ്ണുവേട്ടനും കൂടെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. വിഷ്ണുവേട്ടന് വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനാണ് ഹെൽപ്പ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് പണ്ട് വിഷ്ണുവേട്ടനെ ഗ്രാഫിക് ഡിസൈനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ഡിസൈൻ പഠിപ്പിച്ചിട്ട് ഇതിന് പോലെ ഗ്രാഫിക് ഡിസൈൻ വിഷ്ണുവേട്ടനെ പഠിപ്പിച്ചു. അത് കാരണം വിഷ്ണുവേട്ടൻ്റെ ഡൗട്ടുകളെല്ലാം ഇപ്പോൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് വിഷ്ണുവേട്ടൻ്റെ സ്വന്തം കുഞ്ചൂസാണ്. ഇതിനെ പഠിക്കുക കമ്പ്യൂട്ടറിൽ. ഇപ്പൊ അങ്ങനെയൊക്കെ ആയി. ഇപ്പൊ ചോദ്യം ചെയ്യലൊക്കെ ആയി ഇപ്പൊ അല്ലേ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ് നമ്മള് സ്റ്റുഡിയോയിൽ എത്താറായി ഗൈസ്. ഇവിടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, ഇരിക്കുന്നു. ചോട്ടാ ബീം ഇവിടെ ഇരിപ്പുണ്ട്. ചോട്ടെ അമ്പടി ചോട്ടെ. ഓക്കെ, എന്നിട്ട് തിരിച്ചു വരുമ്പോ ഡ്രൈവിംഗ് ക്ലാസ് സ്കൂളിൽ കയറണേ. എന്താ പറയാ, 2 വീലർ പഠിക്കുന്ന കാര്യം ചോദിക്കണേ. 4 വേണ്ട, എനിക്ക് 2 വീലർ. ഗൈസ്, ഈ വിഷ്ണുവേട്ടനില്ലേ അപ്പുറത്തെ റൂമിൽ മാത്രം CCTV വെച്ച് ഇപ്പുറത്ത് വെച്ചില്ല. ഞാൻ പറഞ്ഞു എന്നോട് CCTV ഇപ്പുറത്തൂടെ വെക്കാൻ ഏട്ടൻ്റെ റൂമിൽ കണ്ടോ. നാളെയല്ലേ വിഷ്ണുവേട്ടൻ ഇവിടെ പണിയെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവിടെ ഇരുന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ വിഷ്ണുവേട്ടൻ പറയാം വേണ്ടത്. വിഷ്ണു ഇങ്ക പാറ് കണ്ണ തിരിഞ്ഞേ. ഗൈസ്, നമ്മൾ എഡിറ്റിങ്ങിലാണ്. എൻ്റെ ഇത് അനുസരിച്ച് ഏട്ടൻ ഫുൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഏട്ടൻ്റെ ഒരു വെഡിങ്ങും കൂടെ എഡിറ്റ് ചെയ്യാണ്ട്. അവൻ കൂടെ പറഞ്ഞു കൊടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ പോവും. പാട്ടൊക്കെ ഇന്നലെ തന്നെ സെലക്ട് ചെയ്ത് ഞാൻ അയച്ചു കൊടുത്ത്. ഉണ്ണിക്കുട്ടനും ആനന്ദനൊക്കെ ഞാനാ പറഞ്ഞു കൊടുക്കണത്. സത്യത്തിൽ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ എഡിറ്റർ. എന്താ ഗൈസ്, ഇതൊരു അടിയാണോ ഗൈസ്? നിങ്ങൾ പറയാം, ഇതൊരു അടിയാണോ ഗൈസ്? അത് നല്ല വേനെടുത്തു. അല്ല പിന്നെ അയ്യോ, എനിക്കല്ല വേനെടുത്തു ഗൈസ്. അപ്പം നമ്മുടെ എഡിറ്റ് തീരാൻ പോകുന്നു. ജസ്റ്റ് ഒരു വോയിസ് ഓവറും കൂടെ കൊണ്ട് പറയട്ടെ. ഹലോ ടെസ്റ്റിംഗ് പറയ്. ഓക്കെ ബൈ.
അപ്പോൾ ഗൈസ് നമ്മളിതാ കെയർ ക്രാഫ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഹോസ്പിറ്റലിൽ വന്നതാണ്. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതിന് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 1 വീക്ക് മെഡിസിൻ എടുത്തിട്ട് വീണ്ടും കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വന്നു, കാണിച്ചു. ഇത് അമ്പടും ഇവിടെ മിഠായി വേണ്ട. അമ്പടു തിങ്കളാഴ്ച ഞങ്ങളിവിടെ നിൽക്കുകയാണ്. കൃഷ്ണേട്ടൻ മരുന്ന് മേടിക്കാൻ വേണ്ടി പോയേക്കണം. അപ്പോൾ ഞാനും അമ്പടും കൂടെ ഇവിടെ നിൽക്കുന്നു ഗൈസ്. ഞങ്ങളധികം ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇവിടെ ആട്ടോ വന്ന് കാണിക്കാറുള്ളത്. ഇതിന് മുന്നേ എനിക്ക് മുട്ടുവേദന വന്നപ്പോഴും ഞാൻ ഇവിടെയാണ് കാണിച്ചത് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് വീട്ടിൽ വന്നു. കണ്ണമോൻ ഇതേ കിടന്ന് ഉറങ്ങി. ഇനി അവനോട് കിടത്തണം. പിന്നെ എനിക്ക് റൂമൊക്കെ ഒതുക്കാൻ കിടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇപ്പോൾ എനിക്ക് റൂം ഒതുക്കലാണ് ഗൈസ് പണി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണമോൻ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിടും. അവൻ്റെ ടോയ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാം വലിച്ചു വാരിയിടും. എല്ലാ ദിവസവും രാത്രി, എല്ലാ ദിവസവും. അപ്പോൾ ഈ പിറ്റേ ദിവസം ഞാൻ പിന്നെ അത് ഒതുക്കണം. അപ്പോൾ അത് കാരണം എനിക്ക് ഡെയിലി ഒതുക്കലാണ് പണി. സത്യം പറഞ്ഞാൽ എനിക്ക് ബാക്ക് പെയിൻ വന്നത് ഈ ഒതുക്കിയിട്ടാണ് സത്യത്തിൽ എനിക്ക് ബാക്ക് പെയിൻ ഇളകിയത് തന്നെ. ഇപ്പോഴും അത് കാരണം അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് താനും. അപ്പോൾ കാവ്യ